ഹയർ സെക്കൻഡറി 2ാം വർഷം മലയാളം രണ്ടാമത്തെ പാഠം പ്രകാശം ജലം പോലെയാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. ജീവിതകാലം 1927-2014. ലോകപ്രശസ്ത കൊളംബിയൻ എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ്. കൂടാതെ പത്രപ്രവർത്തകനും എഡിറ്ററും പ്രസാധകനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയാണ്. 1982 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് ഏകാന്തതയുടെ 100 വർഷങ്ങൾ 100 Years of Solitude എന്ന പുസ്തകത്തിന് ലഭിച്ചു. കൊളംബിയയിൽ ജനിച്ചു എങ്കിലും മെക്സിക്കോയിലും യൂറോപ്പിലുമായിരുന്നു കൂടുതലും അദ്ദേഹം ജീവിച്ചത്. മാജിക്കൽ റിയലിസം എന്ന ഒരു രചനാ സങ്കേതമായിരുന്നു അദ്ദേഹം തൻ്റെ രചനകൾക്കായി സ്വീകരിച്ചത്. ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനകാലത്തെയും ഈ രചനാ സങ്കേതത്തിലൂടെ അദ്ദേഹം തൻ്റെ കൃതികളിൽ ആവിഷ്കരിച്ചു. മാർക്വേസിൻ്റെ പ്രശസ്തമായ ചെറുകഥയാണ് ലൈറ്റ് ഈസ് ലൈക്ക് വാട്ടർ, പ്രകാശം ജലം പോലെയാണ്. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതം തന്നെയാണ് ഈ രചനയിലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ലോക സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു രചനാ സങ്കേതമാണ് ഇത്. ഈ കഥ ഒന്ന് വായിച്ചിട്ട് വിശദീകരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ആദ്യം ഈ കഥ ഒന്ന് വായിക്കാം. 2 കുട്ടികളും കൂടി ക്രിസ്മസ് ആയപ്പോൾ തുഴവള്ളം വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു. ശരി, പപ്പ പറഞ്ഞു. കാർജിനയിൽ മടങ്ങി ചെല്ലുമ്പോൾ നമുക്കത് വാങ്ങാം. കാർജിനെ അവർ താമസിച്ചിരുന്ന തുറമുഖ നഗരമാണ്. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള സ്ഥലം. 9 വയസ്സായ ടോട്ടോയും 7 വയസ്സുകാരൻ ജോവലും അച്ഛനമ്മമാർ കരുതിയതിനേക്കാൾ നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു. പറ്റില്ല, അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്കത് ഇപ്പോൾ ഇവിടെ വേണം. പക്ഷേ അവരുടെ അമ്മ പറഞ്ഞു, വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ. അവരും ഭർത്താവും പറഞ്ഞത് ശരിയാണ്. കാർജിനെ ഇന്ത്യാസിലെ അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. കൂടാതെ 2 വലിയ വള്ളങ്ങൾ വയ്ക്കാവുന്ന ഒരു ഷെഡും. ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നുമില്ല. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 5ാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അവർ തിങ്ങിക്കൂടി കഴിയുന്നത്. എങ്കിലും 2 പേർക്കും ഒടുവിൽ കുട്ടികളുടെ ആവശ്യം നിരസിക്കാനാകാതെ വന്നു. കാരണം എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ സെക്സ്റ്റൻറ്റും കോമ്പസുമുള്ള ഒരു തുഴവള്ളം വാങ്ങിക്കൊടുക്കാമെന്നവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ നിന്ന് സമ്മാനം വാങ്ങിയതുകൊണ്ട് പപ്പ അവർക്ക് തുഴവള്ളം വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തു. ഭാര്യയോട് അയാൾ ഒന്നും പറഞ്ഞില്ല. ചൂതാട്ടം മൂലം വന്നു ചേർന്ന കടം കൊടുത്തു തീർക്കാൻ അയാളേക്കാൾ വിഷമം അവർക്കായിരുന്നു. ഭംഗിയുള്ള ഒരു അലൂമിനിയം വള്ളമാണ് അയാൾ വാങ്ങിയത്. വെള്ളത്തെ സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വരകളുള്ളത്. കാറിടുന്നിടത്താണ് വള്ളം വെച്ചിട്ടുള്ളത്. ഊണു സമയത്ത് പപ്പ പറഞ്ഞു, അത് എലിവേറ്റർ വഴിയോ ഏണിപ്പടികൾ വഴിയോ മുകളിലേക്ക് കൊണ്ടുവരാനാവില്ല. കാർ ഇടുന്നിടത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലവുമില്ല. എന്നാൽ അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരുടെ സഹായത്തോടെ വള്ളത്തെ ഏണിപ്പടികൾ വഴി അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചു. അത് ജോലിക്കാരിക്കായുള്ള മുറിയിലേക്ക് എടുത്തു വയ്ക്കാനും അവർക്ക് കഴിഞ്ഞു. കൊള്ളാം, അഭിനന്ദനങ്ങൾ, പപ്പ പറഞ്ഞു. ഇനി എന്താണ്? ഇനിയൊന്നുമില്ല, കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾക്ക് വള്ളം ഈ മുറിയിൽ കൊണ്ടുവരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു. ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്നത് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി. വീടിൻ്റെ സർവാധികാരികളായി മാറിയ കുട്ടികൾ എല്ലാ കതകുകളും ജനലുകളും അടച്ചിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരെണ്ണം പൊട്ടിച്ചു. പൊട്ടിയ ബൾബിൽ നിന്നും തണുത്ത വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പോലെ സ്വർണ്ണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്കൊഴുകാൻ തുടങ്ങി. നിലത്ത് നിന്ന് 3 അടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നതുവരെ അവർ നോക്കി നിന്നു. പിന്നെ അവർ കറണ്ട് വിച്ഛേദിച്ചിട്ട് തുഴവള്ളം വെളിയിലെടുത്ത് വീട്ടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലേക്കും ഇഷ്ടം പോലെ സഞ്ചരിച്ചു. അതിശയകരമായ ഈ സാഹസത്തിന് കാരണം എൻ്റെ ബാലിശമായ ഒരു പ്രസ്താവനയാണ്. വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ.
ടോട്ടോ എന്നോട് സ്വിച്ചിൽ ഒന്ന് തൊട്ടാൽ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നത് എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് 2 തവണ ചിന്തിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പ്രകാശം ജലം പോലെയാണ്, ഞാൻ പറഞ്ഞു. ടാപ്പ് തുറന്നാൽ മതി, കുതിച്ചൊഴുകും. അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നുവിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു. സെക്സ്റ്റന്റും കോമ്പസും ഉപയോഗിക്കാൻ പഠിച്ചു. സിനിമ കഴിഞ്ഞ് അച്ഛനമ്മമാർ വരുവോളം അവരത് ചെയ്തു. മടങ്ങിയെത്തുന്ന അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹസത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി കുട്ടികൾ മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികൾ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു. മുഖം മൂടികൾ, കുഞ്ഞിച്ചിറകുകൾ, വായു നിറച്ച തൂക്കുകൾ. ഇതുവരെ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു തുഴവള്ളം കൊണ്ടുവന്ന് ജോലിക്കാരിക്കുള്ള മുറിയിൽ സ്ഥാപിച്ചത് പോരെ? പപ്പ ചോദിച്ചു. ഇനി ആഴങ്ങളിൽ മുങ്ങാനുള്ള ഉപകരണങ്ങളും കൂടിയേ വേണ്ടൂ. 1ാം സെമസ്റ്ററിൽ ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥിക്കുള്ള സമ്മാനം വാങ്ങാം എന്നാലോ? ജോവൽ ചോദിച്ചു. അയ്യോ വേണ്ട, അമ്മ ഭയത്തോടെ പറഞ്ഞു. വാങ്ങിച്ച സമ്മാനമൊക്കെ മതി. ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങില്ല, അമ്മ പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് വാശി തോന്നിയാൽ അവർ എന്തും ചെയ്യും. വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും. മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കാമെന്നോ ഇല്ലെന്നോ അച്ഛനമ്മമാർ പറഞ്ഞില്ല. പക്ഷേ ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ഹെഡ് മാസ്റ്ററിൽ നിന്ന് തുറന്ന അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. അന്നുച്ചയ്ക്ക് ഒന്നും ചോദിക്കാതെ തന്നെ അവർ കണ്ടു, തങ്ങളുടെ കിടക്കമുറിയിൽ മുങ്ങൽ സാമഗ്രികളുടെ പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ അവർ അപ്പാർട്ട്മെൻറ്റ് നിറയെ 12 അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു. അവർ ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി. കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. വർഷാവസാനത്തിൽ 2 സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു. പ്രവർത്തന മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു. ഇത്തവണ അവർക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ ഇങ്ങോട്ട് ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണം. ഭാര്യയും ഒന്നിച്ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു. അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവാണിത്, അയാൾ പറഞ്ഞു. നിങ്ങളുടെ വാക്കുകൾ സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, അമ്മ പറഞ്ഞു. അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ പതിവ് പോലെ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിൻ്റെ മുൻവശത്തുകൂടി പെരുമഴ പോലെ പെയ്തിറങ്ങി. ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്നു. അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു. അത്യാഹിത സന്ദേശത്തിന് പിറകെ വന്ന തീകെടുത്തലുകാർ 5ാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകൾ തട്ട് വരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു. ശോഭയും പുലിത്തോലിൽ പൊതിഞ്ഞ ചാരു കസേരകളും സ്വീകരണ മുറിയിൽ പല പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു. ഒന്നാന്തരം ഒരു പിയാനോയും കൂട്ടത്തിലൊഴുകുന്നുണ്ടായിരുന്നു. പിയാനോയുടെ പുതപ്പ് പരന്ന ശരീരവും വീതിച്ചിറകുമുള്ള സുവർണ മത്സ്യത്തെപ്പോലെ പകുതി മുങ്ങി തപ്പിപ്പറക്കുന്നുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിതയുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തി പറന്നു. നൃത്തത്തിനു വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ അവരുടെ അമ്മയുടെ അക്വേറിയത്തിൽ നിന്ന് സ്വതന്ത്രരായ വർണ്ണ മത്സ്യങ്ങൾക്കൊപ്പം ഒഴുകി നടന്നു. ഉഗ്രപ്രകാശത്തിൻ്റെ ആ ചതുപ്പ് നിലത്തിൽ ജീവനോടെ സന്തോഷത്തോടെ അവശേഷിച്ച ഏക ജീവികൾ ആ മത്സ്യങ്ങൾ മാത്രമായിരുന്നു. ബാത്റൂമിൽ എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകൾ മമ്മായുടെ കൃത്രിമ പല്ലു സെറ്റിനോടൊപ്പം ഒഴുകി നടന്നു. പ്രധാന ഉറക്കറയിലെ ടെലിവിഷൻ സെറ്റ് വശം തിരിഞ്ഞൊഴുകുമ്പോൾ ഒരു പാതിരാപ്പടത്തിൻ്റെ അവസാന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. ഹാളിൻ്റെ അങ്ങേയറ്റത്തായി പ്രകാശത്തിരയിൽ ഒഴുകിക്കൊണ്ട് തുഴ പിടിച്ചുകൊണ്ട് കഷ്ടിച്ച് തീരമണയാൻ വേണ്ടത്ര വായു മാത്രമുള്ള മുഖംമൂടി ധരിച്ച് വള്ളത്തിൻ്റെ പിൻഭാഗത്ത് ടോട്ടോ ഇരുന്നു. അവൻ വിളക്കുമാടം എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. വള്ളത്തിൻ്റെ അമരത്തിൽ ഒഴുകി നിന്ന ജോവൽ
സെക്സ്റ്റന്റിലൂടെ പടിഞ്ഞാറൻ നക്ഷത്രത്തെ തിരയുകയും വീട്ടിൽ മുഴുവനുമായി അവരുടെ 37 സഹപാഠികളും ഒഴുകി നടന്നു. ജെറാനിയം ചെടിച്ചട്ടിയിൽ മൂത്രമൊഴിച്ച, സ്കൂളിലെ പാട്ടിൻ്റെ വരികൾ മാറ്റിപ്പാടി ഹെഡ്മാസ്റ്ററെ കളിയാക്കിയ കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റിൽ പ്രകാശത്തിൻ്റെ വെള്ളപ്പൊക്കമുണ്ടായത്. സ്ഥലത്തെ എലിമെൻ്ററി സ്കൂളിലെ 2 ക്ലാസ്സുകളിലുള്ള കുട്ടികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി താണുപോയിരുന്നു. സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള, നദിയോ കടലോ ഇല്ലാത്ത, പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന, ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാൻഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഇത് നടന്നത്.